ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ എന്താ എടുത്ത് ഓരോന്ന് പറഞ്ഞാട്ടെ. കംപ്ലയൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സി എസിനാ? കംപ്ലയൻസിന്റെ റെസ്പോൺസിബിലിറ്റി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനും അതിനു വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ കമ്പനി സെക്രട്ടറീസും. ഡെവലപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം, മോണിറ്റർ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ GRC എന്താ? GRCയുടെ ഫുൾ ഫോം ഗവേണൻസ്, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കംപ്ലയൻസ്. എന്താ അതിന്റെ പർപ്പസ്? എന്തായിരുന്നു? റിസ്ക് റെഡ്യൂസ് ചെയ്യുക, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, ഡബിൾ എഫേർട്ട് കുറക്കുക. പിന്നെ കമ്പോണൻസ് ഗവേണൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? കമ്പനിയുടെ വാല്യൂസ് എന്തൊക്കെയാണ്? കമ്പനീസ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 2 റിസ്ക് മാനേജ്മെന്റ്. പൊട്ടൻഷ്യൽ ത്രെട്ടുകൾ ഏതൊക്കെയാണ്? അതിനെ എങ്ങനെയാണ് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യുക? പിന്നെ പിന്നെ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ പിന്നെ പറയുന്നത് ആ ചാർട്ടിൽ ഓരോ കാര്യങ്ങൾ. അതെ, പറ. ചാർട്ടിൽ എന്തൊക്കെ ഐഡന്റിഫിക്കേഷൻ, എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് അല്ലത് ആക്ച്വലി. അത് പറയണ എന്താ വെച്ചാൽ ഒരു നല്ല കംപ്ലയൻസ് ഫ്രെയിംവർക്കിന് എന്തൊക്കെയാണ് അതിന്റെ എസെൻഷ്യൽ കമ്പോണൻസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. പിന്നെ കംപ്ലയൻസ് ടാസ്ക് മാനേജ്മെന്റ് ഉണ്ടാവും, കംപ്ലയൻസ് ട്രെയിനിങ് ഉണ്ടാവും, കംപ്ലയൻസ് ഓഡിറ്റ് ഉണ്ടാവും, കംപ്ലയൻസ് ഡാഷ്ബോർഡ് ഉണ്ടാവും, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കബിൾ ലോസ്. ആപ്ലിക്കബിൾ ലോസ് ഏതാന്ന് മനസ്സിലാക്കുക, അത് ഫങ്ഷണൽ ഹെഡ്സിന് അസൈൻ ചെയ്യുക. പിന്നെ എങ്ങനെ മനസ്സിലാക്കുക ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ ലോസ്? എൻഗേജ്മെന്റ് വിത്ത് മാനേജ്മെന്റ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സർട്ടിഫിക്കറ്റ്സും ലൈസൻസസും ട്രീറ്റീസും പ്രോട്ടോകോൾസും, അതേപോലെ തന്നെ ഇന്റേണൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സും. അത് പ്രശ്നമല്ല, കുറെ ലോസ് ഉണ്ടാവും. പിന്നെ റിസ്ക് അസസ്മെന്റിനെ കുറിച്ച് പറയും. റിസ്ക് അസസ്മെന്റ് എന്താ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇൻഹറന്റ് റിസ്കുകളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്? അതിന്റെ പ്രൊസീജിയർ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഐഡന്റിഫൈ ചെയ്യണം, റേറ്റ് ചെയ്യണം, അതിന്റെ ഔട്ട്കമും നോക്കണം.
പിന്നെ ഈ റിസ്ക് എന്തൊക്കെ റിസ്കുകളാ ഉണ്ടാവുക? ലീഗൽ എഫക്റ്റുകൾ ഉണ്ടാവും, ഫൈനാൻഷ്യൽ എഫക്റ്റുകൾ ഉണ്ടാവും, ബിസിനസ് എഫക്റ്റുകൾ ഉണ്ടാവും, റെപ്യൂട്ടേഷണൽ എഫക്റ്റുകൾ ഉണ്ടാവും. പിന്നെ എത്ര ടെക്നിക്കുകളുള്ള ഡീറ്റെയിൽഡ് റിസ്ക് അസസ്മെന്റും ഉണ്ട്, ഹൈ ലെവൽ റിസ്ക് അസസ്മെന്റുകളും ഉണ്ട്. പിന്നെ ഇതൊക്കെ ആരെയാണ് നമ്മൾ മോണിറ്ററിങ്ങും ഓണർഷിപ്പും ചെയ്യുന്നത്? ഫങ്ഷണൽ പ്രൈമറി ഓണർ ആരാണ്? റിസ്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് ആണ്. സെക്കൻഡറി ഓണർ ഫങ്ഷണൽ ഹെഡ്സ് ആണ്. പിന്നെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അഡ്വൈസ് ചെയ്യണമെന്നോ? പോളിസി അപ്രൂവ് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം. ആരെ? ഇനി രണ്ടാമത്തെ സീനിയർ ലെവൽ മാനേജ്മെന്റ്, അവര് ചേഞ്ച് ഇൻ റെഗുലേഷൻസ്. പോളിസികൾ ഫോം ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും വേണം. കംപ്ലയൻസ് ഓഫീസറായി. ഇനി കംപ്ലയൻസ് ഓഫീസ് അപ്ഡേറ്റ്. അതെ. പിന്നെ ലീഗൽ സെല്ല്, ചേഞ്ച് ഇൻ ലോ ഐഡന്റിഫൈ ചെയ്യണം. കംപ്ലയൻസ് ഓണറിനെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓണറിനെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേപോലെ റിവ്യൂ ചെയ്യണം, റിസോൾവ് ചെയ്യണം. പിന്നെ കംപ്ലയൻസ് റിപ്പോർട്ടിംഗ്. എത്ര തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകൾ ഉണ്ട്? സൈക്ലിക്കലും ഇൻസിഡൻഷ്യലും ഉണ്ട്. അതിന്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഫങ്ഷണൽ ഹെഡ് ഐഡന്റിഫൈ അല്ല, ഏതൊക്കെ ലോകളാണ് അപ്ലിക്കബിൾ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് ഡിപ്പാർട്ട്മെന്റുകളോട് ചോദിക്കുക, അതൊക്കെ കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ആ റിപ്പോർട്ട് കമ്പനി സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക. കമ്പനി സെക്രട്ടറിന്റെ ഒപ്പീനിയൻ മാനേജിംഗ് ഡയറക്ടറോട് പറയുക. മാനേജിംഗ് ഡയറക്ടർ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പറയുന്നു. Yeah. You know, if the plan is too high, എന്താ? അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയ നമ്മളുടെ പ്ലാനുമായിട്ട് ഈ റിസ്ക് അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് അപാകതകൾ ഉണ്ട്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കണോ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോണ എന്താ? ഇതേ ഇതില് നമ്മളുടെ മോണിറ്ററിങ് നമ്മൾ പറഞ്ഞു അല്ലെ, മോണിറ്ററിങ്ങും റിപ്പോർട്ടിങ്ങും പറഞ്ഞു അല്ലെ. ആ മോണിറ്ററിങ്ങിൽ തന്നെ പെടുന്ന പോയിന്റുകളാണ് ഇത്. ആക്ച്വലി അതിന് മുമ്പ് വരണമായിരുന്നു, ബട്ട് ഇത് അതിനു ശേഷമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മോണിറ്ററിങ്ങിൽ എന്തൊക്കെ റിസ്ക് മോണിറ്ററിങ് പ്ലാനുകളാണ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്റ്റെപ്പുകൾ എങ്ങനെയായിരുന്നു? 1 ലോകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്, 2 റിസ്ക് അസസ് ചെയ്യുക എന്നുള്ളതാണ്, 3 റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, 4 മോണിറ്റർ ചെയ്യുക, 5 റിപ്പോർട്ടിങ്. ആ 4ാമത്തെ മോണിറ്ററിങ്ങിൽ വരേണ്ട പോയിന്റുകളാണ് ആക്ച്വലി ഈ സാധനം. ഓക്കെ, അപ്പൊ കംപ്ലയൻസിന്റെ റിസ്ക് മോണിറ്ററിംഗ് പ്ലാനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്രിട്ടിക്കലും ഹൈ കംപ്ലയൻസ് റിസ്കുകളെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്താ? എല്ലാ റിസ്കും ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതെപ്പോഴും നമ്മളെ വീക്ഷണത്തിൽ തന്നെ ഉണ്ടാവും. അത് ഏതൊക്കെ തരമായിരിക്കും? ക്രിട്ടിക്കലും ഹൈ റിസ്കുകളും മാത്രമാണ് നമ്മൾ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന് വിധേയമാക്കുക. ഓക്കെ, 2, എന്താണ് ഈ ക്രിട്ടിക്കലും ഹൈ റിസ്കുകളെയും മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. എന്താണത് പറയാ? ആ റിസ്കുകളെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് പ്രോസസ്സാണ് നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള റിസ്ക് മിറ്റിഗേഷൻ ആക്ടിവിറ്റിയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഒരു റിസ്ക് മോണിറ്ററിംഗിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? എന്തിനാണ് അവർ ഐഡന്റിഫൈ നോക്കുന്നത്? ക്രിട്ടിക്കലും ഹൈ റിസ്കിനെയാണ്. ഇതില് സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ആ പ്ലാനിൽ വേണം, റിസ്ക് മോണിറ്ററിംഗ് പ്ലാനിൽ വേണം. 3, റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷൻസിനെയും അവരെന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം. എന്താ റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷൻ? ഡെയിലി കണ്ടിന്യൂസ് ആയി നടക്കുന്ന ട്രാൻസാക്ഷൻസും അവരെന്ത് ചെയ്യണം? മോണിറ്റർ
ചെയ്യണം. അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഏരിയകളിൽ ലോസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നും അവര് നോക്കേണ്ടതാണ്. ലാസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസ് ആണ് കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്നത് എന്നും മോണിറ്ററിംഗ് ടീം നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ മോണിറ്ററിംഗ് ടീം എന്ന് പറഞ്ഞാൽ കംപ്ലയൻസ് ഓഫീസർ അല്ല. കംപ്ലയൻസ് ഓഫീസർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നിൽക്കുന്ന മോണിറ്ററിംഗ് ടീം വേറെ ഉണ്ട്. അപ്പൊ അവരെന്തൊക്കെയാ ചെയ്യേണ്ടത്? എന്ത് റിസ്കുകളെ അവർ ഐഡന്റിഫൈ ചെയ്യുക? ക്രിട്ടിക്കലും ഹൈ റിസ്കുമാണ് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത് അവരുടെ എന്തൊക്കെയാണ് അവരുടെ റിസ്ക് മിറ്റിഗേറ്റിംഗ് പോളിസീസ് എന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്യും. 3 റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് അവർ ഐഡന്റിഫൈ ചെയ്യും. അതേപോലെ തന്നെ ആ റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ ലോസ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതേപോലെ തന്നെ എന്തൊക്കെ പോളിസീസ് ആണ് കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതും ഇവര് വീക്ഷിക്കുന്നുണ്ടാവും. ക്ലിയർ ആണോ? സോ എന്തൊക്കെയാണ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഏതിനെയാണ് നടത്തുന്നത്? ക്രിട്ടിക്കലും ഹൈ റിസ്കിനെയുമാണ്. റിസ്ക് മിറ്റിഗേഷൻ പോളിസീസ് എന്തൊക്കെയാണ് എടുത്തു എന്നുള്ളത് അവർ ഐഡന്റിഫൈ ചെയ്യും. 3 റൊട്ടീൻ ആയിട്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസ് അവർ നോക്കും. 4 കംപ്ലയൻസ് വിത്ത് ലോസ് നടക്കുന്നുണ്ടോ എന്ന് അവർ നോക്കും. 5 ഈ കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസികൾ എന്തൊക്കെയാണ് എന്നുള്ളതും അവർ നോക്കും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മളുടെ മോണിറ്ററിംഗ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എന്താ? അതെ, അതായത് നോക്ക്, ലോസ് ഐഡന്റിഫൈ ചെയ്യണ ആരാ? ഇവിടെ നോക്കുക. ഓക്കെ, അറിയില്ല എന്താ ഉണ്ട്. അപ്പോ ഏറ്റവും താഴത്തെ ലെവല് എന്ന് പറയുന്നത് എന്താ? ഏറ്റവും താഴത്തെ ലെവലാണ് ഈ പറയുന്ന ഫങ്ഷണൽ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും താഴെ വരുന്ന ഇതാണ് ആര്? ഫങ്ഷണൽ ഹെഡ്. ഈ ഫങ്ഷണൽ ഹെഡ്സിന്റെ മുകളിൽ എന്തുണ്ട്? കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുകളില് മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മുകളിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നത്. അപ്പോ നമ്മള് അപ്ലിക്കബിൾ ലോസ് ആരാണ് കണ്ടുപിടിക്കുന്നത്? ഫങ്ഷണൽ ഹെഡ് ആണ്. റിസ്ക് അസസ് ചെയ്യുന്നത് ആരാ? കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. റിസ്ക് അസസ് ചെയ്യുന്നതും മിറ്റിഗേറ്റ് ചെയ്യുന്നതും ആരാ? കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. 4ാമത്തെ സ്റ്റേജ് മോണിറ്ററിംഗ് ആരാ ചെയ്യുന്നത്? മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. ആർക്കാ റിപ്പോർട്ട് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതാ ലെവല് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ഓക്കെ, ലോകൾ അപ്ലിക്കബിൾ ആണോ എന്ന് ആരാ നോക്കുന്നത്? ഫങ്ഷണൽ ഹെഡ് ആണ്. റിസ്ക് അസസ് ചെയ്യും മിറ്റിഗേറ്റും ചെയ്യുന്നത് ആരാ? കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മോണിറ്റർ ചെയ്യുന്നത് ആരാ? മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആർക്കാ റിപ്പോർട്ട് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ്. ക്ലിയർ? ഇനി എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ മോണിറ്ററിംഗ് നടത്തുന്നത്? എന്തൊക്കെ മെത്തഡോളജിയാണ് മോണിറ്ററിംഗിൽ അല്ലെങ്കിൽ കംപ്ലയൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നൗ ഫസ്റ്റ് എന്താ? റിസ്ക് അസസ്മെന്റ് ആണ് നടത്തുന്നത്. ഓക്കെ, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? റിസ്ക് അസസ്മെന്റ് ആണ്. രണ്ടാമതുള്ളത് പ്രോഗ്രാം ഡിസൈൻ ആണ്. എന്താ പ്രോഗ്രാം ഡിസൈൻ? നമ്മളെപ്പോഴും പറയണ പോലെ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ആദ്യം മനസ്സിലാക്കേണ്ടത്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് മനസ്സിലാക്കണം, അല്ലെ? പ്രശ്നം എന്താന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. അപ്പൊ പ്രശ്നം മനസ്സിലാക്കുന്നതാണ് ഏത്? റിസ്ക് അസസ്മെന്റ്. എന്തൊക്കെയാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നു. അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. 3ാമത് അതിന് വേണ്ടിയിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറക്കുന്നു. അതായത് ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാന്നുള്ള പോളിസിയും പ്രൊസീജിയറും ഇറക്കുന്നു. 4ാമത് നമ്മൾ നിയമം ഇറക്കിയോണ്ടോ പോളിസി ഇറക്കിയോണ്ടോ കാര്യമല്ല, അതൊക്കെ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റും ചെയ്യണം, ട്രെയിൻ ചെയ്യും, ഇംപ്ലിമെന്റ് ചെയ്യും വേണം, അല്ലെ? എംപ്ലോയീസിനോട് പറയണം, എംപ്ലോയീസിന് അതിനെ ട്രെയിൻ ചെയ്യണം, എംപ്ലോയീസിന് അത് ഇംപ്ലിമെന്റ് ചെയ്യും കൂടി വേണം. എങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ പറയുന്ന റിസ്ക്കും പൊട്ടൻഷ്യൽ ത്രെട്ടൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ സെൽഫ് അസസ്മെന്റും നടത്തണം. എന്താണത്? ഓൺഗോയിങ് സെൽഫ് അസസ്മെന്റ്. ഇത് മോണിറ്റർ ചെയ്യും കൂടെ വേണം. അതായത് ഇന്ന എംപ്ലോയീസ് ഒക്കെ ഇത് പാലിക്കുന്നുണ്ടോ എന്ന് മോണിറ്ററിങ് ചെയ്യുകൂടെ അവിടെ വേണം. അപ്പൊ എന്താ ഇവിടെ പറയണത്? ഒരു കംപ്ലയൻസ് മെക്കാനിസത്തിന്റെ മെത്തഡോളജി എന്താ?
ഒന്ന് പൊട്ടൻഷ്യൽ ത്രെട്ട് എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമും ഡിസൈനും ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അത് പോളിസിയും പ്രൊസീജിയേഴ്സും ആക്കുക. ആ പോളിസിയും പ്രൊസീജിയേഴ്സും എംപ്ലോയീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രെയിൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അതേപോലെ അത് റിവ്യൂ ചെയ്യുകയും ചെയ്യുക. ഇത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു മോണിറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കംപ്ലയൻസ് മെക്കാനിസം കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോ അതിൽ പറയുന്ന ആ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഇനി പറയണത്. ഓക്കെ, നൗ നമ്മൾ പറഞ്ഞു നമ്മളുടെ കംപ്ലയൻസ് മെക്കാനിസത്തിനെ മോണിറ്റർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവം അതിലൊന്ന് എന്താണ്? അതിന്റെ കമ്മ്യൂണിക്കേഷനും ട്രെയിനിങ്ങും ഇംപ്ലിമെന്റേഷനുമാണ്. അപ്പൊ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു ട്രെയിനിങ് ഇമ്പോർട്ടന്റ് ആവുന്നത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ട്രെയിനിങ് എന്തിനെ കുറിച്ചിട്ടാണ് ചെയ്യുന്നത്? ഒരു എംപ്ലോയീസിന്റെ ഒബ്ലിഗേഷൻ എന്താ, ഫ്രെയിംവർക്ക് എന്താന്ന് ആദ്യം അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഒന്നെന്താ, നമ്മുടെ ഡെയിലി ഓഫീസിൽ വരിക എന്നല്ലാതെ നമ്മുടെ പോസ്റ്റ് എന്താ, നമ്മുടെ ജോലി എന്താ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താന്ന് അറിയാതെ നമ്മളുടെ ജോലി എന്താവില്ല, കംപ്ലീറ്റ് ആവില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഈ ട്രെയിനിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനൊക്കെയാണ്? നമ്മളുടെ ഒബ്ലിഗേഷനും കംപ്ലയൻസ് ഫ്രെയിംവർക്കും മനസ്സിലാവാൻ നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ ട്രെയിനിങ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട്, നമ്മളുടെ റോളുകളും റെസ്പോൺസിബിലിറ്റികളും നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്താ, ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒബ്ലിഗേഷൻ മനസ്സിലാവും, നമ്മളുടെ ഫ്രെയിംവർക്ക് മനസ്സിലാവും, നമ്മളുടെ റോള് മനസ്സിലാവും, നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് മനസ്സിലാവും. മൂന്ന്, എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ റിസ്ക് മേഖല, ഏതൊക്കെയാണ് ഹൈ കംപ്ലയൻസ് മേഖല എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അതായത് ഇപ്പൊ നമ്മളോട് പറയാണ്, ട്രെയിനിങ്ങിൽ പറയാണ് GST ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ GST ലോകളെ കംപ്ലൈ ചെയ്യാതെ ഇരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം മുതൽ അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ എന്തിനായിരിക്കും കൊടുക്കുക? ഈ GST ലോസിനായിരിക്കും. അപ്പൊ ക്രിട്ടിക്കൽ മേഖല ഏതാണ്, ഹൈ റിസ്ക് മേഖല ഏതാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് റിസ്ക് മേഖല മനസ്സിലായിട്ട് കാര്യമില്ല, ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യണം എന്നും കൂടെ നമുക്ക് ട്രെയിനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോ ഹൗ ടു ഡു കംപ്ലയൻസസ്. അതേപോലെ ഒരു ഡെഡ് ലൈനോ ഒരു നിയമമോ നമ്മൾ വെട്ടിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഭവിഷ്യത്ത് എന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ ചുരുക്കത്തിൽ എന്താ, ഒരു എംപ്ലോയിയുടെ ഒബ്ലിഗേഷൻ എന്താണ്, ഫ്രെയിംവർക്ക് എന്താണ്, റോൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, റിസ്ക് ഏരിയാസ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ അതിന്റെ പെനാലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്തിലൂടെ മനസ്സിലാവും? ഒരു ട്രെയിനിങ് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും. ക്ലിയർ ആണോ? അതാണ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താ, വാട്ട് ഇൻക്ലൂഡ്സ് ഇൻ ട്രെയിനിങ്. ട്രെയിനിങ്ങിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയുള്ള കംപ്ലയൻസ് ഒബ്ലിഗേഷൻ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ബിസിനസ് പ്രോസസ്സുകൾ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് ഉൾപ്പെടുന്നുണ്ട്, ഫ്രീക്വൻസി ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വെറുതെ കൊടുക്കുക. ഓക്കെ, സോ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഒന്ന്, നമ്മൾ എന്തൊക്കെയാണ് കംപ്ലയൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ ഉൾപ്പെടുന്നുണ്ട്. ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതിന്റെ പ്രോസസ് എന്താന്ന് ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാന്നുള്ളത് ഉൾപ്പെടുന്നുണ്ട്. ഫ്രീക്വൻസി ഓഫ് ട്രെയിനിങ്ങും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് 4 കാര്യങ്ങളാണ് എന്തിൽ ഉൾപ്പെടുന്നത്? ഒരു ട്രെയിനിങ്ങില് ഉൾപ്പെടുന്നത്. നൗ, ഒരു ട്രെയിനിങ് നടത്തണമെങ്കിൽ വേണ്ട എസെൻഷ്യൽ തിങ്സ് എന്തൊക്കെയാണ്? ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടത്തണം എന്നുണ്ടെങ്കിലുള്ള എസെൻഷ്യൽ കമ്പോണൻസ് എന്താണ്? ആ ട്രെയിനിങ് പ്രോഗ്രാം എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ, ആക്സസബിൾ ആൻഡ് ഓൺ ഗോയിങ്. എന്താണ്? സോ ഒരു ബെസ്റ്റ് ട്രെയിനിങ് ആവണം എന്നുണ്ടെങ്കിൽ, ആ പ്രോഗ്രാം ആവണം എന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാവണം? ഒന്ന്, ആൾക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയണം, ദാറ്റ് ഈസ് പേഴ്സണൽ ആയിരിക്കണം. രണ്ടെന്ന്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലിനെ പറ്റിയിട്ടായിരിക്കണം, സോ പേഴ്സണൽ ആയിരിക്കണം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. അതേപോലെ തന്നെ ആക്സസിബിൾ ആയിരിക്കണം, എല്ലാ എംപ്ലോയീസിനും ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ ട്രെയിനിങ്. ഒരു ചില എംപ്ലോയീസിന് മാത്രമുള്ളതാവാൻ പാടില്ല. അതേപോലെ തന്നെ അത് ഓൺ ഗോയിങ് ആയിരിക്കണം. ഒരു പ്രാവശ്യം ട്രെയിനിങ് നടത്തിയിട്ട് പിന്നെ അടുത്ത കൊല്ലമല്ല, കണ്ടിന്യൂസ് ആയിട്ട് അത് നടത്തുക കൂടെ വേണം.
ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ എന്താ പറയണേ? ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയായിരിക്കും? അത് പേഴ്സണൽ ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം, ഓൺഗോയിങ്ങും ആയിരിക്കണം. എന്താ? അതെ. ഓക്കെ. സോ നമ്മൾ ആ മോണിറ്ററിംഗിൽ എന്തൊക്കെയാ പറഞ്ഞേ? മോണിറ്ററിംഗിൽ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? കംപ്ലയൻസ് മോണിറ്ററിംഗ്. ഇതാ ഒരു കംപ്ലയൻസ് മോണിറ്ററിംഗ് പ്രോഗ്രാമിൽ എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ഏതൊക്കെയാണ് റിസ്കുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കും. റൊട്ടീൻ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യും. അവർക്ക് ലോസിനെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കും. കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസീസ് എന്താണെന്ന് നമ്മൾ നോക്കും. ഇനി രണ്ടാമത് പറയുന്നത് എന്തൊക്കെ മെത്തേഡ്സിലൂടെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് റിസ്ക് അസസ് ചെയ്യുന്നു, ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അത് പോളിസിയും പ്രൊസീജിയറും ആക്കുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ സെൽഫ് അസസ്മെന്റും നടത്തുന്നു. ദെൻ നമ്മൾ എന്താ പറഞ്ഞ ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു. അല്ല, എന്തുകൊണ്ടാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എംപ്ലോയീസിന്റെ ഒബ്ലിഗേഷൻ എന്താണ്, എംപ്ലോയീസിന്റെ ഫ്രെയിംവർക്ക് എന്താണ്, റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, എംപ്ലോയീസിന്റെ റിസ്ക് എംപ്ലോയീസ് എന്തൊക്കെ റിസ്കുകളെയാണ് നോക്കിക്കാണേണ്ടത്, അത് ചെയ്തിട്ടില്ലെങ്കിലുള്ള പെനാലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഉണ്ടാവുക. പിന്നെന്താ പറയുന്നത്? ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് അതിൽ എന്തൊക്കെയാ ഉണ്ടാവുക? നമ്മളുടെ കംപ്ലയൻസ് ഒബ്ലിഗേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ബിസിനസ് പ്രോസസ്സുകൾ ഉണ്ടാവും, ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണ് എന്നുള്ളത് ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രീക്വൻസി ഓഫ് ട്രെയിനിങ് ഉണ്ടാവും. ഇനി ഒരു നല്ല ട്രെയിനിങ് പ്രോഗ്രാം ആവണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? അത് പേഴ്സണൽ ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം, ഓൺഗോയിങ്ങും ആയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ കംപ്ലയൻസ് ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നമ്മുടെ മോണിറ്ററിംഗ് പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? Critical and high risk. Critical and high risk. High compliance. ഒരു കംപ്ലയൻസ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? ഈ കംപ്ലയൻസ് ട്രെയിനിങ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. കംപ്ലയൻസ് ഓഡിറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. സോ എന്താണ് കംപ്ലയൻസ് ഓഡിറ്റ്? കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് ആണ്. എന്താ ഇൻഡിപെൻഡന്റ് അസസ്മെന്റ്? ആരെയും ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവാത്ത ഒരാള് വന്നിട്ട് അതിന്റെ ഒരു കമ്പനിയുടെ കംപ്ലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് എന്ന് പറയാം. അപ്പൊ എന്തിനെ കുറിച്ചുള്ള അസസ്മെന്റാ നടത്തേണ്ടത്? അപ്ലിക്കബിൾ ലോസ്, അതായത് ഒരു കമ്പനിയുടെ ഐഡന്റിഫൈഡ് ലോസ് ഒക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് അയാള് നോക്കേണ്ടത്. ഇനി അത് എങ്ങനെയൊക്കെ ആയിരിക്കാം? റെഗുലേറ്ററി ആയിരിക്കാം, പ്രൊപ്രൈറ്റി ആയിരിക്കാം. എന്താ ഈ സംഭവം? റെഗുലേറ്ററിയും പ്രൊപ്രൈറ്റിയും? റെഗുലേറ്ററി കംപ്ലയൻസും ഉണ്ട്, പ്രൊപ്രൈറ്റി കംപ്ലയൻസും ഉണ്ട്. എന്തായിരിക്കും അത്? അപ്പുറത്തൊന്നുമില്ല. റെഗുലേറ്ററി കംപ്ലയൻസും പ്രൊപ്രൈറ്റി കംപ്ലയൻസും എന്താണ്? റെഗുലേറ്ററി കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള നിയമങ്ങൾ. പ്രൊപ്രൈറ്റി കംപ്ലയൻസ് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ കുറച്ച് നിയമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ ടൈം ഷെഡ്യൂള് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൊപ്രൈറ്റി എന്ന് പറയാം. അപ്പൊ കംപ്ലയൻസ് ഓഡിറ്റ് എത്ര രീതിയിൽ നടക്കും? ഒന്ന്, റെഗുലേറ്ററി ലോസ് കംപ്ലൈ ചെയ്തോ നോക്കും. രണ്ട്, പ്രൊപ്രൈറ്റി ലോസ് കംപ്ലൈ ചെയ്തോ എന്നും നോക്കും. ഒരു നല്ല കോർപ്പറേറ്റ് കംപ്ലയൻസ് മാനേജ്മെന്റിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നെന്താ? ലോസ്
കംപ്ലൈ ചെയ്യണം. എപ്പോ നോക്കിയാലും കംപ്ലൈ ചെയ്തോ എന്ന് റിയൽ ടൈം ആയിട്ട് അറിയാൻ പറ്റണം. എന്താണ് ഫസ്റ്റ് ലോസ് കംപ്ലൈ ചെയ്തോ എന്നുള്ളത് നമുക്ക് അറിയണം. അതേപോലെ തന്നെ റിയൽ ടൈം ആയിട്ട് കംപ്ലയൻസിന്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയണം. അതേപോലെ തന്നെ എന്തെങ്കിലും ലിറ്റിഗേഷൻസ് പെൻഡിങ് ആണോ എന്നും നമുക്ക് റിയൽ ടൈം ആയിട്ട് അറിയണം. എന്തെങ്കിലും ലിറ്റിഗേഷൻസ് പെൻഡിങ് ആണോ എന്നുള്ളതും നമുക്കറിയണം. അതേപോലെ തന്നെ അതിനെന്താ, ഇറ്റ് ക്രിയേറ്റ്സ് സേഫ്റ്റി. അതൊരു നല്ല കോർപ്പറേറ്റ് സിറ്റിസൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അത് ഗുഡ് വില്ലും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഒരു നല്ല കംപ്ലയൻസ് മാനേജ്മെന്റിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാ? ഒന്ന്, എല്ലാ ലോസും നമ്മൾ കംപ്ലൈ ചെയ്യും. രണ്ട്, എപ്പോ നോക്കിയാലും നമുക്ക് ഏതെല്ലാം ലോസ് കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ സ്റ്റാറ്റസ് കിട്ടും. എപ്പോ നോക്കിയാലും നമുക്ക് എന്തൊക്കെ പെൻഡിങ് ലിറ്റിഗേഷൻസ് ഉണ്ട് എന്നുള്ളതിന്റെ സ്റ്റാറ്റസ് നമുക്ക് കിട്ടും. ഒരു നല്ല സേഫ്റ്റി കൾച്ചർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു നല്ല സിറ്റിസൺസിനെ നമ്മൾ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ കമ്പനിയുടെ ഗുഡ് വില്ലും അത് ക്രിയേറ്റ് ചെയ്യും. ഒരു നല്ല കോർപ്പറേറ്റ് കംപ്ലയൻസ് മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇത്. അപ്പൊ ഇന്ന് എന്തൊക്കെയാ നമ്മൾ നോക്കിയേ? സ്റ്റാർട്ട് ചെയ്തത് നോക്കാതെ പറ. കംപ്ലയൻസിൽ എന്തൊക്കെ കംപ്ലയൻസ് മോണിറ്ററിംഗിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, എന്തൊക്കെയാണുള്ളത്? ആദ്യം ഐഡന്റിഫൈ ചെയ്യും റിസ്കുകൾ, ഹൈയും ക്രിട്ടിക്കലും. പിന്നെ എന്നിട്ട് നമ്മളതിനെ നമ്മൾ ക്രിട്ടിക്കൽ ആണോ നോക്കും. അതാണോ? പോളിസി ഉണ്ടാക്കും. പിന്നെ ഉണ്ടാക്കിയിട്ട് റൊട്ടീൻ ട്രാൻസാക്ഷൻസ് നോക്കും. അത് ലോസിനെ കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കും. കംപ്ലയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും എന്താ നോക്കും, അല്ലേ? പിന്നെ ഒരു കംപ്ലയൻസ് മോണിറ്ററിംഗിന്റെ മെത്തഡോളജികൾ എന്തൊക്കെയാണ്? റിസ്ക് ഫസ്റ്റ് അസസ് ചെയ്യുന്നു, പോളിസിയും ഡിസൈനും ക്രിയേറ്റ് ചെയ്യുന്നു, റൂൾസ് ഓർ റെഗുലേഷൻസ് എന്നല്ല, പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടാക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഓൺ ഗോയിങ് സെൽഫ് അസസ്മെന്റ് നടത്തുന്നു. പിന്നെ കംപ്ലയൻസ് ട്രെയിനിങ്. എന്താണ് ഒരു കംപ്ലയൻസ് ട്രെയിനിങ്ങിൽ വേണ്ടത്? എന്തുകൊണ്ടാണ് കംപ്ലയൻസ് ട്രെയിനിങ് ഇമ്പോർട്ടന്റ്? കംപ്ലയൻസ് ട്രെയിനിങ് ചെയ്യുന്നതോടുകൂടി ഒരു എംപ്ലോയിക്ക് അയാളുടെ ഒബ്ലിഗേഷൻസ് മനസ്സിലാക്കുന്നു, ഫ്രെയിംവർക്കുകൾ മനസ്സിലാക്കുന്നു, റോളും റെസ്പോൺസിബിലിറ്റിയും മനസ്സിലാക്കുന്നു, പിന്നെ റിസ്കുകൾ മനസ്സിലാക്കുന്നു. അത് റിസ്ക്, ആ കംപ്ലയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള പെനാലിറ്റീസും അയാൾക്ക് മനസ്സിലാവുന്നു. പിന്നെ ഒരു കംപ്ലയൻസ് ട്രെയിനിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും? കംപ്ലയൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. പിന്നെ കംപ്ലയൻസ് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. പിന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. ഇനി ഒരു നല്ല കംപ്ലയൻസ് ട്രെയിനിങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നല്ല കംപ്ലയൻസ് ട്രെയിനിങ് പേഴ്സണൽ ആവണം, ഇൻട്രസ്റ്റിംഗ് ആവണം, അണ്ടർസ്റ്റാൻഡബിൾ ആവണം, അതേപോലെ തന്നെ ആക്സസബിളും ആവണം, ഓൺ ഗോയിങ്ങും ആവണം. ഇനി കംപ്ലയൻസ് ഓഡിറ്റിലേക്ക് വരാം. കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് ആണ്. എന്തിനെ കുറിച്ചിട്ട്? ലോസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് ആണ് എന്ത്? കംപ്ലയൻസ് ഓഡിറ്റ്. രണ്ട് തരം നിയമങ്ങളെയാണ് നമ്മൾ കംപ്ലയൻസ് ഓഡിറ്റ് ചെയ്യുക. ഒന്ന് റെഗുലേറ്ററി കംപ്ലയൻസ് ഓഡിറ്റും ഉണ്ട്, ഒന്ന് പ്രൊപ്പറേറ്ററി കംപ്ലയൻസ് ഓഡിറ്റും ഉണ്ട്. റെഗുലേറ്ററി കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കംപ്ലൈ ചെയ്തു എന്ന് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രൊപ്പറേറ്ററി കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉള്ളിലുള്ള നിയമങ്ങളും പോളിസികളും കംപ്ലൈ ചെയ്തോ എന്ന് നോക്കലാണ്. പിന്നെ ഒരു കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ, ഒരു നല്ല കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് എന്താണ്?
ലോസ് കംപ്ലൈ ചെയ്യും, റിയൽ ടൈം സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാം, ലിറ്റിഗേഷൻസിന്റെ റിയൽ ടൈം സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാം, സേഫ്റ്റി കൾച്ചർ ഉണ്ടാക്കും, ഒരു നല്ല സിറ്റിസൺസിനെ ഉണ്ടാക്കും, അതേപോലെ കോർപ്പറേറ്റ് ഗുഡ് വില്ലും അത് ക്രിയേറ്റ് ചെയ്യും. ഇനി എന്തൊക്കെ ഫാക്ടറുകളാണ് കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത്? കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, എന്ത് തരം ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ ബാധിക്കും. സ്മഗ്ലിംഗ് ഒക്കെ ആണെങ്കിൽ കംപ്ലയൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ബിസിനസ് എന്താണോ അത് ബാധിക്കും. ദെൻ ജിയോഗ്രഫി ബാധിക്കും. ഓക്കെ, സൈസ് ഓഫ് ദ കമ്പനി ബാധിക്കും, ജുറിഡിസ്ട്രിക്ഷൻ ബാധിക്കും, അതേപോലെ തന്നെ കമ്പനി ലിസ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതും ബാധിക്കും. എന്തൊക്കെയാണ് ബാധിക്കുന്നത്? നേച്ചർ ഓഫ് ബിസിനസ് ബാധിക്കും, ജിയോഗ്രഫി ബാധിക്കും, സൈസ് ബാധിക്കും, ജുറിഡിസ്ട്രിക്ഷൻ ബാധിക്കും, ലിസ്റ്റഡ് ആണോ അൺലിസ്റ്റഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ ഏതൊക്കെയാ എന്നുള്ളത് മാറ്റും. അത് തന്നെ നമ്മളുടെ ഇതിനെയും നമ്മളുടെ ഫാക്ടേഴ്സ് ആയിട്ടും മാറും. അപ്പൊ എന്തൊക്കെയാണ്? ഏതൊക്കെയാ? നേച്ചർ ഓഫ് ദ കമ്പനി കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കും, ജിയോഗ്രഫി ബാധിക്കും, സൈസ് ബാധിക്കും, ജുറിഡിസ്ട്രിക്ഷൻ ബാധിക്കും, ലിസ്റ്റഡ് ആണോ അൺലിസ്റ്റഡ് ആണോ എന്നുള്ളതും നമ്മളെ ബാധിക്കുന്നതാണ്. ദെൻ ഒരു കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൽ കമ്പനി സെക്രട്ടറിയുടെ പങ്ക് എന്താണ് എന്നുള്ളതാണ്. ഒന്ന്, കമ്പനി സെക്രട്ടറി എന്താ എൻഷുർ ചെയ്യുന്നത്? കമ്പനി ലോകൾ കംപ്ലൈ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നു. ദെൻ ഡിസ്ക്ലോഷേഴ്സ് മേക്ക് ചെയ്യുന്നു. ദെൻ അഡ്വൈസ് കൊടുക്കുന്നു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഒന്ന്, കമ്പനി ലോകൾ കംപ്ലൈ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. അതേപോലെ തന്നെ ഡിസ്ക്ലോഷേഴ്സ് മേക്ക് ചെയ്യുന്നത് ആരാ? കമ്പനി സെക്രട്ടറി ആണ്. ഗൈഡ് ചെയ്യുന്നതും അഡ്വൈസ് ചെയ്യുന്നതും ആരാണ്? അതും കമ്പനി സെക്രട്ടറിയാണ്. ഈ 4 കാര്യങ്ങളാണ് കമ്പനി സെക്രട്ടറിക്ക് എന്തിലുള്ള റെസ്പോൺസിബിലിറ്റി? കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. എന്തൊക്കെയാണ്? കമ്പനി ലോസ് കംപ്ലൈ ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നു. 2, ഡിസ്ക്ലോഷർ നടത്തുന്നു. 3, അഡ്വൈസ് ചെയ്യുന്നു. 4, ഗൈഡ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ആരുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി? ഒരു കമ്പനി സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഓൾറെഡി കമ്പനി ലോയിൽ പഠിച്ച പോലെ ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 134. ഓക്കെ, സബ്സെക്ഷൻ 5 അതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ദെൻ ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കമ്പനി ലോയിലേ പഠിച്ചിട്ടുള്ള സാധനമാണ്. എന്താണ് ഒരു ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക? നൗ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക. അക്കൗണ്ടിങ് പോളിസികൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എവിടെ ഉണ്ടാവും? ഡയറക്ടർ. അതേപോലെ അക്കൗണ്ടിങ് റെക്കോർഡുകൾ ഞങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എവിടെ ഉണ്ടാവും? നമ്മളുടെ ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ. ബിസിനസ് എക്കാലവും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൂ. പെർപച്വൽ സക്സഷൻ അല്ല, ഗോയിങ് കൺസേൺ. പെർപച്വൽ സക്സഷൻ മരണപ്പെട്ടാലും ബിസിനസിന് കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുള്ളതാണ് പെർപച്വൽ സക്സഷൻ. ഓക്കെ, സോ എന്തൊക്കെയാണ് 134 സബ്സെക്ഷൻ 5 പ്രകാരം ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക? ഒന്ന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കംപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. 2 അക്കൗണ്ടിങ് പോളിസീസ്. 3 മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്. 4 ഗോയിങ് കൺസേൺ ബേസിസ്. ഈ 4 കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഡയറക്ടർ സ്വമേധയാ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി കമ്പനീസ് ആക്ട് പ്രതിപാദിക്കുന്ന എന്തൊക്കെ നിയമങ്ങളെയാണ് നമ്മൾ കംപ്ലൈ ചെയ്യേണ്ടത്? മെയിൻ ആയിട്ട് ഫസ്റ്റ് വൺ നമുക്കറിയാം, ബോർഡ് മീറ്റിംഗ് അല്ലെ? എന്താ പറഞ്ഞേ? അതായത് നോർമലി ഒരു കമ്പനിക്ക് എന്ത് ചെയ്യണം? മിനിമം 4 ബോർഡ് മീറ്റിങ്ങുകളെങ്കിലും കണ്ടക്ട് ചെയ്യണം. അതിൽ നമുക്കറിയാം സ്മോൾ കമ്പനിക്കും അതേപോലെ തന്നെ 1 പേഴ്സൺ കമ്പനിക്കും ഒക്കെ 6 മാസം കൂടുന്ന ഓരോ കാലണ്ടറിലും 6 മാസം കൂടുന്ന കാലാവധിയിൽ 1 നടത്തിയാൽ മതി എന്നുള്ളത്. ഓക്കെ, ബട്ട് ഇത് പറയാ ജനറലി എങ്ങനെയാണ്? മിനിമം 4 ബോർഡ് മീറ്റിങ്ങുകളിലും 1 വർഷം നടത്തിയിരിക്കണം. അതേപോലെ തന്നെ രണ്ടിന്റെയും ഇടയിലുള്ള മാക്സിമം ഗ്യാപ്പ് എത്രയാ പാടൂ?
120 ദിവസമേ പാടുള്ളൂ. അതേപോലെ തന്നെ ഓരോ മീറ്റിങ്ങുകളും ഓരോ ക്വാർട്ടറിലും നടത്തണം. അതായത് കാലണ്ടറിൽ 4 ക്വാർട്ടറുകളാണുള്ളത്. ഓരോ ക്വാർട്ടറുകളിലും ഒരു മീറ്റിംഗ് എങ്കിലും നടത്തണം എന്നുള്ളതാണ് അവിടുത്തെ റൂള്. അപ്പൊ എന്താ ബോർഡ് മീറ്റിംഗിന്റെ റൂള്? 4 തവണയെങ്കിലും ഒരു വർഷത്തിൽ ബോർഡ് മീറ്റിംഗ് നടത്തണം. രണ്ടിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് മാക്സിമം 120 ദിവസമേ പാടുകയുള്ളൂ. അതേപോലെ തന്നെ ഒരു ക്വാർട്ടറിലും ഒരു മീറ്റിംഗ് എങ്കിലും നടത്തണം. ബട്ട് ഇത് എവിടെയും പറയണില്ല, ഇത് ഓഡിറ്റിന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ നോട്ടീസ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. ഓക്കെ, ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസ് എന്താ? അറ്റ്ലീസ്റ്റ് 7 ദിവസത്തിന്റെ പ്രിയർ നോട്ടീസ് എങ്കിലും നമ്മൾ ബോർഡ് മീറ്റിംഗിന് കൊടുക്കണം. ഷോർട്ട് നോട്ടീസ് അലൗ ചെയ്യാണ് എപ്പോ? അത് ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ റാറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ. എന്താ റാറ്റിഫൈ ചെയ്യുക? ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എങ്കിലും അത് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ടീസും നമുക്ക് കൊടുക്കാം. അപ്പൊ എന്താ പറയണേ? ബോർഡ് മീറ്റിംഗിന്റെ നോട്ടീസ് അറ്റ്ലീസ്റ്റ് 7 ദിവസം മുമ്പെങ്കിലും നമ്മൾ അയക്കണം. അതേപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് റാറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടർ നോട്ടീസും വേണമെങ്കിൽ അയക്കാം. ദെൻ ആനുവൽ ജനറൽ മീറ്റിംഗിനെ സംബന്ധിച്ചിട്ടുള്ള റൂൾസ് എന്താ? ഒന്ന്, നോട്ടീസ് ഓഫ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ആർക്കൊക്കെയാ കൊടുക്കണ്ടേ? ഡയറക്ടറിനും മെമ്പേഴ്സ്, ഓഡിറ്റേഴ്സിനും ലീഗൽ റെപ്രസെന്റേറ്റീവ്സിനും ആണ് കൊടുക്കേണ്ടത്. ആർക്കൊക്കെ? ഡയറക്ടേഴ്സ്, മെമ്പേഴ്സ്, ഓഡിറ്റേഴ്സ്, ലീഗൽ റെപ്രസെന്റേറ്റീവ്. ഇനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം എന്തൊക്കെയാ വരുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ROCക്ക് എപ്പോഴാണ്? AGMൽ നിന്നും 30 ദിവസത്തിന്റെ ഉള്ളിൽ AOC4 സബ്മിറ്റ് ചെയ്യണം. എന്താണ്? ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തി 30 ദിവസത്തിന്റെ ഉള്ളിൽ ROCക്ക് എന്ത് കൊടുത്തിരിക്കണം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കണം. ദാറ്റ് ഈസ് AOC4. ഇനി കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ AOC for CFS. Okay, then ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സർക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താ സർക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത് മെമ്പേഴ്സിന് കൊടുക്കേണ്ടത് എപ്പോഴാ? AGMന് 21 ദിവസം മുമ്പ് തന്നെ മെമ്പേഴ്സിനും ട്രസ്റ്റീസിനും ഒക്കെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുത്തിരിക്കണം. അപ്പോ എന്തൊക്കെയാണ് കമ്പനീസ് ആക്ടിൽ പറയുന്ന ചില കംപ്ലയൻസസ് ഒക്കെ? ഒന്ന് പറയുന്നത് ബോർഡ് മീറ്റിംഗിന്റെ കാര്യമാണ്. എന്താ ബോർഡ് മീറ്റിംഗിന്റെ കാര്യം പറയുന്നത്? മിനിമം 4 ബോർഡ് മീറ്റിംഗുകൾ നടത്തണം. 120 ഡേയ്സിന് കൂടുതൽ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ ക്വാർട്ടറുകളിലും ഒരു ബോർഡ് മീറ്റിംഗ് എങ്കിലും നടത്തണം. 2, നോട്ടീസിന്റെ കാര്യത്തിലോ ബോർഡ് മീറ്റിംഗിന്റെ 7 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് കൊടുത്തിരിക്കണം. ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ റാറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ടർ നോട്ടീസ് കൊടുക്കാം. 3, ഇനി ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ കാര്യത്തിൽ എന്താ പറയണേ? നോട്ടീസ് സെൻഡ് ചെയ്യേണ്ടത് ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ്, മെമ്പേഴ്സ്, ലീഗൽ റെപ്രസെന്റേറ്റീവ്സ് തുടങ്ങിയവർക്കാണ്. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് AGM കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ AOC4 AOC4 CFS ROCക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നെ അല്ല, CFS അല്ല, സർക്കുലേറ്റ് ഫൈനാൻസ്. അത് സർക്കുലേറ്റ്, അതും CFS ഒന്നല്ല, മറ്റേ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആ CFS. സർക്കുലേറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താ? ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തുന്നതിന്റെ 21 ദിവസം മുമ്പെങ്കിലും മെമ്പേഴ്സിനും ട്രസ്റ്റീസിനും കൊടുത്തിരിക്കണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ ആനുവൽ റിട്ടേണിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ എന്താ? ആനുവൽ റിട്ടേണിനെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ ഒന്ന് എന്താ? 60 ദിവസത്തിനുള്ളില് ആനുവൽ റിട്ടേണ് നമ്മൾ ROCക്ക് സബ്മിറ്റ് ചെയ്യണം. AGM നടത്തി 60 ദിവസത്തിനുള്ളിൽ ആർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം? ROCക്ക് സബ്മിറ്റ് ചെയ്യണം. അതേപോലെ അത് നമ്മളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും നമ്മൾ പബ്ലിഷ് ചെയ്യണം. അതേപോലെ തന്നെ ആനുവൽ റിട്ടേൺ സർട്ടിഫൈ ചെയ്യണം. എപ്പോ? നമ്മളുടെ ടേൺ ഓവർ 50 കോടിയുടെ മുകളിലോ നമ്മളുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിയുടെ മുകളിലോ നമ്മളൊരു ലിസ്റ്റഡ് കമ്പനിയോ ആണെങ്കിൽ ഈ ആനുവൽ റിട്ടേൺ ആര് സർട്ടിഫൈ ചെയ്യണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സർട്ടിഫൈ ചെയ്യണം. ഏതില്? MGT നോട്ട് 8 സർട്ടിഫൈ ചെയ്തിരിക്കണം. എന്താണ് പറയുന്നത്? ആനുവൽ റിട്ടേൺ AGMൽ നിന്നും 60 ദിവസത്തിനുള്ളിൽ ആർക്ക് സബ്മിറ്റ് ചെയ്യണം? ROCക്ക് സബ്മിറ്റ് ചെയ്യണം. ദെൻ അത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമ്പനിക്ക് 50 കോടിയിൽ കൂടുതൽ ടേൺ ഓവറോ 10 കോടിയിൽ കൂടുതൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലോ
ലിസ്റ്റഡ് കമ്പനിയോ ആണ് എന്നുണ്ടെങ്കിൽ ആ ആനുവൽ റിട്ടേൺ സർട്ടിഫൈ ചെയ്യണം. അത് ROCക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് MGT നോട്ട് 8 എന്ന് പറയുന്ന ഫോമിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് എന്താ പറയുന്നത്? അവർക്കൊക്കെ ഡയറക്ടേഴ്സിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഏത് ഫോമില്? MBP1 എന്ന് പറയുന്ന ഫോമില് ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ADT1 ഫോമില് 15 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ ROCക്ക് ഫോം ഫയല് ചെയ്തിരിക്കണം. ദെൻ എന്താ CB എന്ന് ഉദ്ദേശിച്ചത്? CS അല്ലേ? CS അല്ലേ? ഒരു കമ്പനി സെക്രട്ടറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്? നമ്മളുടെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 crore കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വോൾ ടൈം കമ്പനി സെക്രട്ടറിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ എന്തൊക്കെയാ വേറെ ഉള്ളത് പറഞ്ഞു? നമ്മള് ആനുവൽ റിട്ടേണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ആനുവൽ റിട്ടേണിന്റെ കാര്യം എന്താ? 60 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. എപ്പോഴാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? MGT നോട്ട് 8 കൊടുക്കേണ്ടത് എന്നുള്ളത്. പിന്നെ ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് MBP1 കൊടുക്കണം. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ ADT1 15 ദിവസം കൊണ്ട് കൊടുക്കണം. കമ്പനി സെക്രട്ടറീസിനെ അപ്പോയിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് കമ്പനിക്കാണോ 10 കോടിയിട്ടാണോ അവർ മുകളിലുള്ളത് അവര് കമ്പനി സെക്രട്ടറീസിനെ അപ്പോയിന്റ് ചെയ്യുകയും വേണം. ദെൻ കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾസ്. അപ്പൊ നമ്മളെ കംപ്ലയൻസസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ടോട്ടല്? അതായത് കമ്പനീസ് ആക്ടിന്റെ കംപ്ലയൻസസ് റൂൾസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഫസ്റ്റ് ബോർഡ് മീറ്റിംഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. 4 times in a year, 120 days ഗ്യാപ്പ്. അതേപോലെ തന്നെ ഈച്ച് ക്വാർട്ടറിന്റെ കാര്യം. പിന്നെ നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ്. അതിൽ 7 ദിവസത്തെ നോട്ടീസ് വേണം. ഷോർട്ടർ നോട്ടീസ് 1 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ റാറ്റിഫൈ ചെയ്യണമെങ്കിൽ. പിന്നെ AGMന്റെ നോട്ടീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞു? ആർക്കൊക്കെ അയക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് 30 ദിവസത്തിനുള്ളിൽ. ദെൻ സർക്കുലേറ്റ് ചെയ്യേണ്ടത് മെമ്പേഴ്സിനും ട്രസ്റ്റീസിനുമാണ് സർക്കുലേറ്റ് ചെയ്യണം 21 ദിവസം മുമ്പ് AGMന്റെ. പിന്നെ ആനുവൽ റിട്ടേൺ. ഓക്കെ, ആനുവൽ റിട്ടേൺ നമുക്കറിയാം. MGT നോട്ട് 8 60 ദിവസം. പിന്നെ സർട്ടിഫൈ ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഡിസ്ക്ലോഷർ ഓഫ് ഇൻട്രസ്റ്റ് MBP നോട്ട് 1 ചെയ്യണം. ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ADT1 15 ഡേയ്സിന്റെ ഉള്ളിൽ ചെയ്യണം. പിന്നെ കമ്പനി സെക്രട്ടറീസിനെ 10 കോടിക്ക് മുകളിലുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ വോൾ ടൈം കമ്പനി സെക്രട്ടറീസിനെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളത്. ദെൻ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് നേരത്തെ പഠിച്ചത്. കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾസിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ? എന്താണ് കംപ്ലയൻസ് മാനേജ്മെന്റ്? ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്സ് ഇൻ മാനേജിങ് കംപ്ലയൻസസ്. അതായത് കംപ്ലയൻസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ എന്ന് പറയാ. വലിയ വലിയ കമ്പനികളിലൊക്കെ നമുക്ക് ഐഡിയ പോലെയുള്ള കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളുകൾ ഉണ്ടാവും. സാധാ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡേറ്റ് നോക്കിയിട്ട് ഇന്ന ഡേറ്റിന് നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കും. ഓക്കെ, സോ എന്താണ് കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളുകളുടെ ഉപയോഗം? ഫസ്റ്റ് വൺ, ഡിജിറ്റലൈസേഷൻ. 2, ഓട്ടോമേഷൻ. 3, കംപ്ലയൻസ്. നൗ എന്താണ് സംഭവം? ഈ ടൂള് നമ്മളുടെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളുമായിട്ട് ക്ലബ് ചെയ്തിട്ടുണ്ടാവും. സോ ഓട്ടോമാറ്റിക്കലി അതാത് ഡേറ്റുകളിൽ നമ്മളുടെ റിപ്പോർട്ടുകളെല്ലാം ഡിജിറ്റൽ ആയിട്ട് MCA പോർട്ടലുകളിലേക്ക് സബ്മിറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഒന്ന് ഡിജിറ്റലൈസേഷൻ ആണ്, ഓട്ടോമേഷൻ ആണ്. നമ്മളൊന്നും ചെയ്യേണ്ട. കംപ്ലയൻസസിന് വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റഡ് ആവും. അതേപോലെ തന്നെ എല്ലാ ലോസും നമുക്ക് കംപ്ലൈ ചെയ്യാനും പറ്റും. അപ്പൊ എന്താണ് ഒരു കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളിന്റെ ഒബ്ജക്റ്റീവ്? 1 ഡിജിറ്റലൈസേഷൻ ആണ്, 2 ഓട്ടോമേഷൻ ആണ്, 3rd one കംപ്ലയൻസസ് ആണ്. ഓക്കെ, ദെൻ കൈൻഡ്സ് ഓഫ് കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ. വിവിധ തരത്തിലുള്ള കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളുകൾ ഏതൊക്കെയാണ്?
ഫസ്റ്റ് വൺ ഈസ് ഓൾ ഇൻ ഓൾ അല്ലെങ്കിൽ ഓൾ റൗണ്ടർ കംപ്ലയൻസ് ടൂൾസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓൾ പർപ്പസ്. അതായത് ഈ ടൂൾ എന്താ, ഒരു പർട്ടിക്കുലർ കമ്പനിക്കോ ഇൻഡസ്ട്രിക്കോ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കിയതല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ടൂളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഓൾ പർപ്പസ് കംപ്ലയൻസ് ടൂൾസ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ അതെന്താ റിസ്ക് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കെന്താ, സോ ആക്ച്വലി മെയിൻ ആയിട്ട് മൂന്നെണ്ണം ഉള്ളത്. ഒന്നെന്താ ഓൾ പർപ്പസ് ആണ്, ഒന്ന് ഇൻഡസ്ട്രി സ്പെസിഫിക്, ഇപ്പൊ ജ്വല്ലറി ആണെങ്കിൽ ജ്വല്ലറി സ്പെസിഫിക് ആയിരിക്കും, ഓട്ടോമോട്ടീവ് ആണെങ്കിൽ ഓട്ടോമോട്ടീവ് സ്പെസിഫിക് ആയിട്ടുള്ള ടൂളുകളായിരിക്കും. മൂന്ന് GRC സോഫ്റ്റ്വെയർ, ഇതൊന്നും തമ്മിലൊന്നും ബന്ധമല്ല, ഈ രണ്ടെണ്ണമാണ് ഉള്ളത്. മൂന്നാമത്തത് GRC സോഫ്റ്റ്വെയർ കോമൺ ആണ്. ഓക്കെ, സോ ഓൾ പർപ്പസ് കംപ്ലയൻസ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ എന്തൊക്കെ ഉണ്ടാവും, റിസ്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടൂൾ ഉണ്ടാവും, ടെക്നിക്കൽ ഇഷ്യൂ റിസോൾവ് ചെയ്യാനുള്ള ടൂളുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിനുള്ള ടൂളുകൾ ഉണ്ടാവും. എന്തിനൊക്കെയുള്ള ടൂളുകളാ, റിസ്കിന്റെ ടൂളുകൾ, റിസ്ക് അസസ് ചെയ്യാനുള്ളതും റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ടാവും, ടെക്നിക്കൽ ഇഷ്യൂ ഡിറ്റക്ട് ചെയ്യാനുള്ള ടൂൾ ഉണ്ടാവും, അത് സോൾവ് ചെയ്യാനുള്ള ടൂൾ ഉണ്ടാവും, അതേപോലെ കോർപ്പറേറ്റ് ഗവേണൻസിനുള്ള ടൂളുകളും ഉണ്ടാവും. നൗ ഇൻഡസ്ട്രി സ്പെസിഫിക് CMT എന്താ, ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിട്ടുള്ള ലോസ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഇൻഡസ്ട്രി സ്പെസിഫിക് CMT എന്ന് പറഞ്ഞാൽ. അതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്കുകളും അതിൽ ഉണ്ടാവും. എന്തൊക്കെയാണ്, നൗ ഓൾ റൗണ്ട് ടൂളുകളാണെങ്കിൽ അതിൽ എന്തൊക്കെയാ ഉണ്ടാവുക, റിസ്ക് അസസ് ചെയ്യാനുള്ളതും റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനുള്ളതും ടെക്നിക്കൽ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യാനുള്ളതും ടെക്നിക്കൽ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ളതും കംപ്ലയൻസിന്റെ കോർപ്പറേറ്റ് ഗവേണൻസിനുള്ള ടൂളുകളും അതിൽ ഉണ്ടാവും. ഇനി ഇൻഡസ്ട്രി സ്പെസിഫിക് ആണെങ്കിൽ ഇൻഡസ്ട്രി ലോസ് കംപ്ലൈ ചെയ്യാനുള്ള ടൂളുകൾ ഉണ്ടാവും, സ്ട്രക്ചേർഡ് ഫ്രെയിംവർക്കുകളും അതിൽ ഉണ്ടാവും. ഇനി GRC സോഫ്റ്റ്വെയർ ആണെങ്കിലോ അതെന്തിനെ ഫോക്കസ് ചെയ്യുന്നത്, റിസ്ക് മാനേജ് ചെയ്യുക, റിസ്ക് കംപ്ലയൻസ് മോണിറ്റർ ചെയ്യുക, കോർപ്പറേറ്റ് ഗവേണൻസ് നടത്തുക. എന്തൊക്കെയാണ്, റിസ്ക് മാനേജ് ചെയ്യുക, റിസ്ക് മോണിറ്റർ അല്ലെങ്കിൽ കംപ്ലയൻസ് മോണിറ്റർ ചെയ്യുക, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും നടത്തുക. ഇതാണ് എന്തിന്റെ ഉപയോഗം, GRC സോഫ്റ്റ്വെയറിന്റെ ഉപയോഗം. എന്താ GRC, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പൊ ആ മൂന്നെണ്ണമാണ് ഇവിടെ പറയുന്നത് അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, ഒരു കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളിന്റെ ബെനിഫിറ്റ്സ് എന്താ, റെഡ്യൂസ് മാനുവൽ വർക്ക്, ഇതിനെയാണല്ലോ നമ്മൾ ഓട്ടോമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ദെൻ സ്ട്രീംലൈൻ റിസ്ക് ഓൺ ഹ്യൂമൻ എറർ റെഡ്യൂസ്ഡ്, അതായത് നമുക്ക് ചുരുക്കത്തിൽ ഇത് പറഞ്ഞൂടെ, റെഡ്യൂസ് റിസ്ക്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ, ഓട്ടോമേഷൻ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ, ഇറ്റ് റെഡ്യൂസസ് റിസ്ക്. ദെൻ ബിൽഡ് റെപ്യൂട്ടേഷൻ. ഓക്കെ, ക്രിയേറ്റ് ഫ്രെയിംവർക്ക് ആൻഡ് സിംപ്ലിഫൈ മോണിറ്ററിംഗ്. ക്രിയേറ്റ് ഫ്രെയിംവർക്ക് ആൻഡ് സിംപ്ലിഫൈ മോണിറ്ററിംഗ്. ഓക്കെ, അപ്പൊ ഒരു CMTയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഒന്ന് ഓട്ടോമേഷൻ ആണ്, രണ്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നു, മൂന്ന് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യും, നാല് ഫ്രെയിംവർക്ക് ബിൽഡ് ചെയ്യാം, അഞ്ച് മോണിറ്ററിംഗും സിമ്പിൾ ആക്കും. അതാണ് ഒരു CMT. അപ്പൊ എന്താണ് CMT എന്ന് പറഞ്ഞാൽ, CMT എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനാണത്, കംപ്ലയൻസസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ എന്ത് പറയാ, കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ എന്ന് പറയാ. ആ ഒരു CMTയുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്താണ്, ആ Ini
ഒക്കെ അങ്ങനെ തന്നെ. ഓഡിറ്റിംഗ് മൊത്തം അങ്ങനെ തന്നെ. അത്രേ ഉള്ളൂ, പാസ്സാവണല്ലോ. ഓക്കെ, അപ്പൊ കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ഡിജിറ്റലൈസേഷൻ, ഓട്ടോമേഷൻ ആൻഡ് കംപ്ലയൻസ്. ഇനി എത്ര തരത്തിലുള്ള CMT കൾ ഉണ്ട് നമ്മളെടുത്ത്? ഒന്ന് ഓൾറൗണ്ട് CMT ആണ്. ഓൾറൗണ്ട് CMTയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക? റിസ്ക് അസസ് ചെയ്യാം, റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാം, ടെക്നിക്കൽ ഇഷ്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാം, ടെക്നിക്കൽ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാം, അതേപോലെ തന്നെ കംപ്ലയൻസസും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസും നമുക്ക് നടത്താം. ദെൻ ഇൻഡസ്ട്രി സ്പെസിഫിക് ആണെങ്കിൽ ഇൻഡസ്ട്രി ലോസിനെ ഒക്കെ നമുക്ക് കംപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ ഫ്രെയിം വർക്കും ബിൽഡ് ചെയ്യാം. ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ഹയറാർക്കി. ഓക്കെ, അതേപോലെ തന്നെ GRC സോഫ്റ്റ്വെയർ, അതിലെന്താ ചുരുക്കം പറഞ്ഞാൽ റിസ്ക് മാനേജ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, കംപ്ലയൻസും കോർപ്പറേറ്റ് ഗവർണൻസും ഒക്കെ നടത്തുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ബെനിഫിറ്റ് എന്താ? അതൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാം, നമുക്ക് ഹ്യൂമൻ ഇന്റർഫറൻസ് കുറക്കാം, ഓട്ടോമേറ്റ് ചെയ്യാം, റിസ്ക് കുറക്കാം, റെപ്യൂട്ടേഷൻ കൂട്ടാം, അതേപോലെ തന്നെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കാം, അതേപോലെ തന്നെ മോണിറ്ററിങ്ങും സിമ്പിൾ ആക്കാം. ഓക്കെ, ഇതൊക്കെയാണ് എന്തിന്റെ CMPയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത്രയാണ് ഉണ്ടാവുക മിക്കവാറും. ഓക്കെ, യെസ്. സോ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്തത് ഇൻ ടോട്ടൽ? ഇൻ ടോട്ടൽ അതൊക്കെ ശരിയാ. നമ്മൾ തുടങ്ങിയത് എവിടുന്നാ? GRCനെ പറ്റി പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്, അല്ലേ? ആണോ? അല്ല, കംപ്ലയൻസിനെ പറ്റി പറഞ്ഞിട്ടാണ്, കംപ്ലയൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, ദെൻ അതിൽ നമ്മൾ GRCനെ കുറിച്ച് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? ഒരു നല്ല കംപ്ലയൻസ് ഫ്രെയിംവർക്കിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. എന്താ? എന്ത്? അതെ, മറിക്കിങ്ങട്ട് ഇങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും. കമ്പോണൻസ്. ഓക്കെ, യെസ്, നമ്മൾ കമ്പോണൻസ് പറഞ്ഞു. പിന്നെ കമ്പോണൻസ് പറഞ്ഞു. അപ്പൊ കമ്പോണൻസ് പറഞ്ഞതിൽ ആദ്യത്തെ കമ്പോണന്റ് ആണ് ഏത്? ഐഡന്റിഫിക്കേഷൻ, കംപ്ലയൻസ് ചാർട്ട് എന്ന് പറയുന്നത്. ഈ കംപ്ലയൻസ് ചാർട്ടിൽ വരുന്ന ഓരോ ഐറ്റംസ് ആയിരുന്നു ഏത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് അപ്ലിക്കബിൾ ലോസ്, അതേപോലെ തന്നെ റിസ്കിനെ അസസ് ചെയ്യല്, റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്യല്, മോണിറ്ററിങ് നടത്തല്, റിപ്പോർട്ടിങ് നടത്തല്, അല്ലെ? ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓൾറെഡി ഈ മോണിറ്ററിംഗിൽ പെടുന്ന കുറെ സാധനങ്ങൾ അതിനുശേഷമാണ് വന്നത്. എന്താണ്? അല്ലെ, കംപ്ലയൻസ് മോണിറ്ററിംഗിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആ കംപ്ലയൻസ് മോണിറ്ററിംഗിന്റെ ബെനിഫിറ്റ് എന്താണ്, അതിന്റെ മെത്തഡോളജി എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കംപ്ലയൻസ് മോണിറ്ററിംഗിന്റെ. ആ കംപ്ലയൻസ് മോണിറ്ററിംഗിൽ വരുന്ന ഒരു പോയിന്റ് ആയിരുന്നു ട്രെയിനിങ്, കംപ്ലയൻസ് ട്രെയിനിങ്. ആ കംപ്ലയൻസ് ട്രെയിനിങ്ങിന്റെ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, കംപ്ലയൻസ് ട്രെയിനിങ്ങിൽ എന്തൊക്കെയാ ഉൾപ്പെടുക എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം അതിന്റെ ബെനിഫിറ്റ് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കംപ്ലയൻസ് ഓഡിറ്റിനെ കുറിച്ച് പഠിച്ചു, അല്ലെ? കംപ്ലയൻസ് ഓഡിറ്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം കംപ്ലയൻസ് മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലെ? കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ സബ് ഡിവിഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ദെൻ പിന്നെ ഒരു കമ്പനി സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം എന്താണ്, കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റംസ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കുറിച്ചു. അതേപോലെ തന്നെ 134 സബ്സെക്ഷൻ 5ന്റെ കീഴില് ഡയറക്ടർ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് പഠിച്ചു. കമ്പനീസ് ആക്ടിന്റെ കീഴിൽ എന്തൊക്കെ കംപ്ലയൻസ് ആണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ദെൻ കംപ്ലയൻസ് മോണിറ്ററിംഗ് ടൂളിനെ പറ്റി നമ്മളും പഠിച്ചു. അപ്പൊ എത്രയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? ഒന്നും കൂടെ എന്തൊക്കെയാ ഉള്ളത്? പറഞ്ഞോട്ടെ. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലയൻസ്, യെസ്, കംപ്ലയൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ട്, അല്ലെ? ഓക്കെ, യെസ്. ദെൻ നമ്മൾ പഠിക്കുന്നത് GRC. ഓക്കെ, ദെൻ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം, ദെൻ compliance training, then compliance audit.
Okay, then compliance management tool. ആക്ച്വലി ഇത്രയുമാണ് നമുക്കുള്ളത്. ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് മെയിൻ ടോപ്പിക്കുകൾ. ഓക്കെ, ഈ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഫ്രെയിംവർക്കിന് കീഴിൽ വരുന്ന ഒരു സാധനമാണ് കമ്പോണൻസ്. ഹലോ, ഓക്കെ ഓക്കെ. GRCയുടെ കീഴിൽ വരുന്നതാണ് എന്ത്? പർപ്പസ്. ഓക്കെ, ഈ കംപ്ലയൻസ് ഫ്രെയിംവർക്കിലെ കമ്പോണൻസിന്റെ കീഴിൽ വരുന്നതാണ് എന്ത്? നമ്മളുടെ കംപ്ലയൻസ് ചാർട്ട് ഒക്കെ അല്ലേ? കംപ്ലയൻസ് ചാർട്ട് വരുന്നുണ്ട്, കംപ്ലയൻസ് അഡ്വൈസറി വരുന്നുണ്ട്, സ്കോർ കാർഡും വരുന്നുണ്ട്. ഓക്കെ, ദെൻ GRCക്കും ഉണ്ട് പർപ്പസ് കഴിഞ്ഞിട്ട് കുറച്ച് കമ്പോണൻസ്. ദെൻ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം, കംപ്ലയൻസ് ട്രെയിനിങ്, കംപ്ലയൻസ് ഓഡിറ്റ്, കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിന്റെയാണ്. ഓക്കെ, ഈ കംപ്ലയൻസ് ചാർട്ടിൽ ഏതാണ്ട് ഒരു 4 പോയിന്റുകൾ ഉണ്ട് അല്ലെ? ഒന്നെന്താ? ഐഡന്റിഫിക്കേഷൻ ഓഫ് അപ്ലിക്കബിൾ ലോസ് വരുന്നുണ്ട്, റിസ്ക് അസസ്മെന്റ് വരുന്നുണ്ട്, പിന്നെ റിസ്ക് മോണിറ്ററിംഗ് വരുന്നുണ്ട്, അതേപോലെ തന്നെ റിപ്പോർട്ടിങ്ങും വരുന്നുണ്ട്. അസസ്മെന്റും മിറ്റിഗേഷനും ഒപ്പായിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. ഇതാണ് ഇപ്പൊ ടോപ്പിക് മൊത്തത്തിലുള്ളത് ഇതില്. ഓക്കെ, അപ്പൊ ഇത് എല്ലാം കംപ്ലയൻസ് വെച്ച് തുടങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഫ്രെയിംവർക്ക് ആണ്, ഒന്ന് മാനേജ്മെന്റ് സിസ്റ്റം ആണ്, ഒന്ന് ട്രെയിനിങ് ആണ്, ഓഡിറ്റ് ആണ്, കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ ആണ്. ഇത്രയാണ് ഉള്ളത്. ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് സാധനങ്ങളും ഉണ്ട്. ഇൻഡയറക്റ്റ് ഞാൻ ക്വസ്റ്റ്യനുകൾ വായിച്ചു തന്നെ പോവാം മൊത്തത്തില്. അതിൽ നമുക്ക് ഇൻഡയറക്റ്റും ഡയറക്റ്റും ഒക്കെ കിട്ടും. ഫസ്റ്റ്, കമ്പോണൻസ് ഓഫ് കോർപ്പറേറ്റ് കംപ്ലയൻസ് ഫ്രെയിംവർക്ക് എടുത്ത ടോപ്പിക്കാ. Then contents of compliance chart. Contents of compliance chart 5 എണ്ണം ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. 4-5 എണ്ണം. ഐഡന്റിഫിക്കേഷൻ അപ്ലിക്കബിൾ ലോസ് ആ സാധനം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കംപ്ലയൻസ് ഡാഷ്ബോർഡ്. കംപ്ലയൻസ് ഡാഷ്ബോർഡ്
അത് എഴുതി വെച്ചോ. കംപ്ലയൻസ് ഡാഷ്ബോർഡ് എവിടെയാണോ വരുന്നത് അത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, എന്താണ് ആ സാധനം എന്നുള്ളത്. 2 മാർക്കിനാണ്. It is a single enterprise-wide dashboard. It is a single enterprise-wide dashboard. WISE, WISE, dashboard for all users. To track compliance events. To track all compliance events. എന്താണ് അതൊരു events. Mention the sources for identification of compliance obligation. Mention the അത് അടച്ചു വെക്ക്. മെൻഷൻ ദ അത് മനസ്സിലാവുണ്ടോ എന്ന് അറിയണം. ക്വസ്റ്റ്യൻ മനസ്സിലാവും, സാധനം എടുത്തിക്കണ്. അല്ല, സോഴ്സ് അല്ല. മെൻഷൻ ദ സോഴ്സസ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് കംപ്ലയൻസ് ഒബ്ലിഗേഷൻ. സാധനം ക്വസ്റ്റ്യനൊക്കെ ഡയറക്റ്റ് ആണ്, പക്ഷെ തനക്ക് അതിന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായാലും എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഉത്തരം വായിച്ചാൽ എനിക്ക് കിട്ടും. ഉത്തരം ഞാൻ വായിച്ചുതരാം. എൻഗേജ്മെന്റ് വിത്ത് മാനേജ്മെന്റ്, ലോസ് ആൻഡ് റെഗുലേഷൻസ്, പെർമിറ്റ് ആൻഡ് ലൈസൻസസ്. ഇനി അടുത്തോളൂ, ഈ ചോദ്യം കേട്ടോ. An organization assess risk for identification of different types of organization risks. While identifying inherent risk, it needs to consider various risk drivers. Discuss. Okay, അടുത്ത്. Z Limited seeks your opinion on the role of various level of management for compliance ownership. Various level of management for compliance ownership. Explain the role. Z Limited seeks your opinion on the role of various levels of management for compliance ownership. Explain the role. Discuss about the purpose of reviewing compliance risk. Compliance risk review ചെയ്യുന്നതിന്റെ purpose. പറയൂ. ആ റിസ്കുകൾ തന്നെയാണ്. എന്തിനാണ് കംപ്ലയൻസ് റിസ്ക് റിവ്യൂ ചെയ്യേണ്ട ആവശ്യം? ഇല്ലെങ്കിൽ ഈ കണ്ട റിസ്കുകളൊക്കെ വരും, ആണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ചോദ്യം. സെയിംസ് ലിമിറ്റഡ് ഈസ് എ റീസെന്റ് ലിസ്റ്റഡ് കമ്പനി. ഓക്കെ, the center to the growing reporting requirements, the company recruited various professionals. The company secretary was requested to prepare a compliance training and education program. For providing training, briefly explain the objective and contents of such training program. ഇനി
ക്രിട്ടിക്കലി എക്സാമിൻ ദ കമന്റ് ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് എ കോർപ്പറേറ്റ് കംപ്ലയൻസ് മാനേജ്മെന്റ്. സിഗ്നിഫിക്കൻസ് ഓഫ് എ കോർപ്പറേറ്റ് കംപ്ലയൻസ് മാനേജ്മെന്റ്. സിഗ്നിഫിക്കൻസ് കോർപ്പറേറ്റ് കംപ്ലയൻസ് എന്താ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം അതാണ് ചോദിക്കുന്നത്. CMS ഒന്ന് നോക്കാം. പഠിച്ചതിലാണ് പ്രശ്നം. കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ കോർപ്പറേറ്റ് കംപ്ലയൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കംപ്ലയൻസ് മാനേജ്മെന്റ് സിസ്റ്റം. Then അടുത്ത ചോദ്യം, you have appointed a company secretary for a listed company having diversified business. On joining your office, you observed that under prevailing scenario, a comprehensive compliance management system is necessary. Prepare a checklist that should be considered by you about the desired system. What would be your responsibility as a company secretary in compliance of the desired system? ഇത് മറ്റേ സാധനമാണ്. നേച്ചർ ഓഫ് ദ ബിസിനസ്, സൈസ് ഓഫ് ദ കമ്പനി, ഇനി ഇത് റോള് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ റോള് ചോദിക്കണത് എങ്ങനെയാണ്? ഹൗ കമ്പനി സെക്രട്ടറി ഓഫ് ദ കമ്പനി കുഡ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഹെൽപ്പിംഗ് ദ ബോർഡ് in preparing an effective compliance management system. അതില് കമ്പനി സെക്രട്ടറിയുടെ റോള് ഡിസ്കസ് സർട്ടൈൻ റിക്വയർമെന്റ്സ് അണ്ടർ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 കീഴിലുള്ള ചില റിക്വയർമെന്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇഷ്ടംമാരില്ലേ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം, ബോർഡ് മീറ്റിംഗ് നടത്തുന്നത്. ഇനി ഡിസ്കസ് കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ ആൻഡ് മെൻഷൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ വിത്ത് റെസ്പെക്ട് ടു ഡിജിറ്റലൈസേഷൻ, ഓട്ടോമേഷൻ ആൻഡ് കംപ്ലയൻസസ്. അതല്ല, ഒബ്ജക്റ്റീവുകളില്ലല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നെക്സ്റ്റ് ചോദ്യം, ഡിസ്കസ് ഇൻ ബ്രീഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂൾ. കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളുകളുടെ ബെനിഫിറ്റ് എന്താണ്? കംപ്ലയൻസ് മാനേജ്മെന്റ് ടൂളുകളുടെ ബെനിഫിറ്റ് ഒന്ന് ഓട്ടോമേഷൻ, റിഡ്യൂസസ് റിസ്ക്, ബിൽഡ് റെപ്യൂട്ടേഷൻ, ഗിവ് ഗുഡ് വിൽ. അത്ര തന്നെ ഉള്ളൂ പ്രോബ്ലം. ഇത് ചോദ്യങ്ങൾ